ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി കടമറ്റം എന്ന സ്ഥലത്താണ്. കടമറ്റം, അതായത് നമ്മുടെ കടമറ്റത്ത് കത്തനാർ. കേരളത്തിലാരും അദ്ദേഹത്തെ മറക്കാനിടയില്ല. അപ്പോൾ ആ പള്ളിയിലാണ് ഇന്ന്. ഏകദേശം മൂവാറ്റുപുഴയ്ക്ക് സമീപമാണ് ഈ പള്ളി. AD 9-ാം നൂറ്റാണ്ടിൽ, ഏകദേശം AD 865 സ്ഥാപിതമായതെന്നാണ് ഇത് കരുതപ്പെടുന്നത്. പേർഷ്യയിൽ നിന്നും കേരളത്തിലെത്തിയ മാർ ആബു എന്ന വിശുദ്ധനാണ് ഈ പള്ളി സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. അദ്ദേഹം കടമറ്റത്തെ ഒരു തറവാട്ടിൽ അഭയം പ്രാപിക്കുകയും അവിടെ ഒരു പള്ളി പണിയാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. കടമറ്റത്തെ കത്തനാർ ഈ പള്ളിയെ ലോകപ്രശസ്തമാക്കിയത് അവിടുത്തെ പുരോഹിതനായിരുന്ന കടമറ്റത്തെ കത്തനാരാണ്. ഇതിനകത്ത് പല ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കത്തനാരുടെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ മന്ത്രവാദത്തിലും തച്ചുശാസ്ത്രത്തിലും അറിവുണ്ടായിരുന്ന അദ്ദേഹം ദുഷ്ടശക്തികളെ അടിച്ചമർത്താൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് കഥകൾ. പൊതുവായിട്ട് കത്തനാർ ചാത്തന്മാരെ അടിമകളാക്കി പള്ളിയുടെ പണികൾ ചെയ്യിച്ചിരുന്നു എന്നൊക്കെ നാടോടി കഥകൾ കേരളത്തിൽ പ്രശസ്തമാണ്. ചരിത്രപരമായി ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പേർഷ്യൻ കുരിശ് ഇതിന് ഉദാഹരണമാണ്. 10-ാം നൂറ്റാണ്ടിലെ ശിലാലിഖിതങ്ങളോടുകൂടിയ ഈ കുരിശ് കേരളത്തിലെ പുരാതന ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ഈ കുരിശിലെ ലിഖിതങ്ങൾ പഴയ പേർഷ്യൻ ഭാഷയായ പഹ്ലവി എന്ന ഒരു ഭാഷയിലാണ്. പള്ളിയുടെ നിർമ്മാണം കേരളീയ വാസ്തുവിദ്യയുടെയും പാശ്ചാത്യ ശൈലിയുടെയും ഒരു സങ്കര രൂപമാണ്. അതാണ് ഈ കടമറ്റം പള്ളി. പിന്നെ ഇവിടെ നമ്മൾ ഈ പള്ളി പണിയിച്ച വർഷവും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാന അൾത്താരയ്ക്ക് പുറമെ ഈ കടമറ്റത്തെ കത്തനാരുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന കപ്പേളകളും കിണറും ഇവിടെ നമ്മുടെ സന്ദർശകർക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ആ എൻട്രൻസിൽ തിരി കത്തിക്കാൻ ഉള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ എണ്ണ നേർച്ച കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ ഈ ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് തന്നെ കണ്ടോ, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഇവർ റിനോവേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഇന്നിപ്പം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? വളരെ കുറച്ച് സ്ഥലങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളിപ്പോൾ കാണുന്നത് സെമിത്തേരിയാണ്. കണ്ടോ, സാധാരണ പള്ളികളിലുള്ള പോലെയല്ല. ഇതുകൊണ്ട് എത്ര ക്ലീനായിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത് അറിയാം. എല്ലാം തന്നെ എല്ലാ കല്ലറയ്ക്കും പേര് എഴുതി അതായത് ഗ്രാനൈറ്റിൽ കൊത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളി കണ്ടു. ഇനി വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഒരു ബൈ പറയുന്നു. അപ്പോൾ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. Signing off.